പച്ചയിറച്ചിയും വികാരവും വിചാരവുമുള്ള ശരീരത്തിലൂടെ രക്തമൊഴുകുന്ന ഒരു പെണ്ണിന്റെ ചരിത്രമാണ് പറയുന്നത്. ആസ്മാ എന്ന് പറയുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്മാ എന്തേ അസ്മാ, ചോദിക്കാനുള്ളത് എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, എന്തു പറ്റി അസ്മാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരുന്നപ്പോ ഭാര്യയും ഭർത്താവും കൂടെ മണിയറ അസ്മാഇന്റെ മടിയിലെ ജൗഫർ കിടക്കുന്നുണ്ട്. അസ്മാ എന്ന പെണ്ണിന്റെ മടിയിലെ ജൗഫർ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അസ്മാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മോഹമുണ്ട് അസ്മാ, മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നോമ്പ് മുറിക്കണം. മരിക്കുമ്പോ നോമ്പുകാരനായി മരിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം, നീ എനിക്ക് എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഭർത്താവിനെ നോമ്പുകാരനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹമാണ്. അസ്മാ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. ഇപ്പോ ദുആ ചെയ്യ അസ്മാ. തന്റെ ഭർത്താവ് മടിയിൽ കിടക്കുമ്പോ അസ്മാ എന്ന് പറയുന്ന ഭാര്യ ദുആ ചെയ്തു, എന്റെ ഭർത്താവിനെ നോമ്പുകാരനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, സഹാബ എങ്ങനെയായിരുന്നു എന്റെ ജൗഫറിന്റെ മരണം? യാ റസൂലല്ലാഹ്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി കൈകാലുകളില്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ വെള്ളവുമായിട്ട് ഓടിച്ചെന്നു നബിയേ, വെള്ളവുമായിട്ട് ഓടിച്ചെന്നു നബിയേ. കൈകളില്ലാതെ കാലുകളില്ലാതെ ശരീരം മുഴുവനും വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോ പടച്ചവനെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ ജൗഫർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, വേണ്ട സഹാബ, എനിക്കിന്ന് നോമ്പാ, എനിക്കിന്ന് സുന്നത്ത് നോമ്പാ. കടന്ന് ചോദിച്ചാലും നിങ്ങൾ വെള്ളം തരരുത്. ഞാൻ ഇന്നിവിടെ കിടന്ന് എത്ര നേരം വിളിച്ചാലും വെള്ളം തരരുത്. എനിക്ക് നോമ്പുകാരനായി മരിക്കണം. ഇതെന്റെ ഭാര്യയുടെ ദുആയാണ്. ഇതെന്റെ ഭാര്യ റബ്ബിനോട് ദുആ ചെയ്തു വാങ്ങിത്തന്നതാണ്. അവസാനം ജൗഫർ റളിയല്ലാഹു തആല നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? റഅയ്തു ജൗഫറ മലക്കൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് മലക്കുകളെ പോലെ പറക്കുന്നു അസ്മാ. നിന്റെ ഭർത്താവ് പക്ഷികളെ പറക്കുന്നത് പോലെ മലക്കുകളുടെ കൂടെ പോകുന്നു അസ്മാ. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? നാളെ തിങ്കളാഴ്ചയാ, തിങ്കളാഴ്ചയല്ലേ ചെറുപ്പക്കാരാ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരാ, നിസ്സാരമായ ഒരു കാര്യമല്ലടാ മോരെ. നോമ്പ് പിടിക്കുന്നവർ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാമോരെ. സുന്നത്ത് നോമ്പിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. ഉടച്ചവനെ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവർ, മാസത്തിന്റെ 14, 15 നോമ്പ് പിടിക്കുന്നവർ, മാസങ്ങളായി മുടങ്ങാതെ നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ. ആ നോമ്പ് പിടിക്കുന്നവർ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദുആ ചെയ്ത പ്രിയ സഹോദരാ, ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് പറയാ തയ്യാറാണോ? കൊണ്ട് തൗബ ചെയ്യാ. അല്ലാഹു പറയുകയാ, എന്നോട് ചോദിച്ചാ ഞാൻ നിനക്ക് ഉത്തരം തരാമെന്ന്. അതുകൊണ്ട് തൗബ ചെയ്യാ പോവുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ നീ നിമിഷംബല ചെയ്തു പോയത് മുഴുവനും ഏറ്റുപറയാ പോവുകയാണ്. ഒരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. മക്കളെ, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു വരുന്നവനാണ്. എന്റെ സഹോദരനോട്, എന്റെ സഹോദരിയോട് പറയുകയാ,
ചെയ്യാതെ മരിക്കല്ലേ, തൗബ ചെയ്യാതെ മരിക്കല്ലേ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് നിമിഷമാണ് മരണം വരുന്നതെന്നറിയില്ല. നിന്നതിന് മനുഷ്യന്മാര് വീണു മരിച്ചു പോകുന്ന കാലമാണ്. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ വന്നത് മുഴുവനും നമുക്കൊന്ന് ഏറ്റുപറയാ. റബ്ബിന്റെ മുമ്പിലൊന്ന് തൗബ ചെയ്തുകൂടെ, അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് പറഞ്ഞുകൂടെ. വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടതുപോലെ പറയണം ചെറുപ്പക്കാരാ. ചുമ്മാതെ കിടന്ന് ശോകാടിച്ചിട്ട് കാര്യമില്ല. പിന്നെ പറയേണ്ടത് എങ്ങനെന്നറിയോ? എന്റെ പാപമാ സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാ നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെല്ല് വിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ മുമ്പിൽ എണ്ണി എണ്ണി പറയണം, അല്ലാ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് പടച്ചവനെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് പടച്ചവനെ, ഞാൻ നിസ്കരിച്ചിട്ടില്ല പടച്ചവനെ, എന്റെ കയ്യിൽ പല പിഴവുകളും പറ്റിപ്പോയി പടച്ചവനെ, എല്ലാം സമ്മതിച്ചു, എല്ലാം ഞാൻ ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടത് പോലെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് തൗബ ചെയ്ത് പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോ എവിടെ വെച്ചാൽ മരണം വരണമെന്ന് അറിയില്ല. ഏത് നിമിഷവും മരണം നമ്മളെ തേടി വരാം. ചിരിയും കളിയും ഒക്കെ മാറുപെടാ ചെറുപ്പക്കാരാ. ഇടിത്തി വീഴുന്നത് പോലെ മരണം വരുവിടാ മക്കളെ. ഒരൊറ്റ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് 11:30 പറഞ്ഞു, 12 കഴിഞ്ഞു, 12:30 കഴിഞ്ഞു, 1 മണിയായി. ഞാൻ ഇപ്പോഴാ കണ്ട. സത്യം പറഞ്ഞ സമയം അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഒരു 12 മണി കഴിഞ്ഞു വിചാരിച്ചിട്ട് മൊബൈലിൽ നോക്കിയ ഇതാ അത് പറയാനുള്ള പ്രശ്നം. 1 മണി കഴിഞ്ഞു. അല്ലാഹു അലം. പടച്ചോ നമ്മുടെ സംഗമത്തെ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, ചിലപ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഈ ഇരുന്നതേ കാണത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇരുന്നതേ കാണത്തുള്ളൂ. ഇന്നും മരിച്ചാലും ചിലപ്പോ ഈ 3 മണിക്കൂറേ കാണത്തുള്ളൂ ജീവിതത്തിൽ. അല്ലേ? ഈ ഇരുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണാം. 1 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇതേ ഉള്ള അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ. ഞാനൊരു യാത്രക്കാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. യാത്രക്കാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. കാരണം അത്രത്തോളം. കാരണം 2-3 ദിവസം മുമ്പ് എനിക്ക് ഈ ഉടുപ്പിയിൽ ഒരു സ്ഥലത്ത് വയലുണ്ടായിരുന്നു. ഞാൻ ഉടുപ്പിയിൽ എനിക്ക് വയലുണ്ടായിരുന്നു. വയലിന് പോകുമ്പോൾ നല്ല കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച ആ പാവങ്ങൾ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയിട്ട്, സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണ വീട്ടിൽ പോയിരിക്കുമ്പോ എല്ലാരും തിന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതിയെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഇരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ദുആ ചെയ്ത് പടച്ചവനെ കാലാവസ്ഥ നീ അനുകൂലമാക്കല്ലേ അല്ലാഹ്. ഞാൻ അറിഞ്ഞില്ല കാലാവസ്ഥ നീ അനുകൂലമാക്കണേ എന്ന് ദുആ ചെയ്യേണ്ടതിന് പകരം ഞാൻ അല്ലാഹുവിനോട് അറിയാതെ ദുആ ചെയ്തു. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എന്റെ കൂടെ വന്ന അബ്രാരി ഉസ്താദന്മാർ എന്നെ വന്ന് നോക്കി. ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് തിരിഞ്ഞില്ല, മലയാളം മനസ്സിലാകാത്തതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു പടച്ചവനെ കാലാവസ്ഥ അനുകൂലമാക്കല്ലേ. എന്റെ കൂടെ വന്നവർ എന്നെയൊക്കെ നോക്കി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഉസ്താദ് നിങ്ങൾ പറഞ്ഞത് തിരിഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് വണ്ടിക്കകത്ത് കയറിയപ്പോ വണ്ടിയുടെ ഗ്ലാസിന്റെ മുകളിൽ മഴത്തുള്ളി വീഴുന്നത് ഞാൻ കണ്ടു. വണ്ടിയുടെ ഗ്ലാസിന്റെ മുമ്പ് എന്റെ കൂടെ വന്നവര് കളിയാക്കി. ഇത്രയ്ക്ക് ഇജാബത്ത്, ഇത്രയ്ക്കും ദുആയ്ക്ക് തങ്ങളും എല്ലാണോ എന്നെ ചുമ്മാ തമാശ പറയുന്നത്. സത്യം പറഞ്ഞ വല്ലാത്ത മഴയൊക്കെ പെയ്തടോ. ഒറ്റ പെയ്ത
വല്ലാതെ മഴ പെയ്തു. ലക്ഷങ്ങൾ ചെലവഴിച്ച് വെച്ച പരിപാടിയെ വല്ലാത്ത മഴ പെയ്തു. എനിക്ക് സങ്കടമായി. അപ്പൊ പോകണം വീട്ടിൽ. അങ്ങോട്ട് പോകുമ്പോ സംഘാടകൻ പറഞ്ഞു, ഉസ്താദേ എന്റെ വീട്ടിലൊന്ന് കയറണം. അവിടെ കയറിയപ്പോ ഞാൻ റബ്ബിനോട് തിരിച്ച് ദുആ ചെയ്ത് പടച്ചവനെ നീ മഴ മാറ്റി തരണേ അല്ലാഹ്. അങ്ങനെ നേരെ സ്റ്റേജിലേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കോരിച്ചെരിയുന്ന മഴയത്തും ആ സ്റ്റേജിൽ കയറി നിന്നിട്ട് പടച്ചവനോടൊന്ന് ദുആ ചെയ്തപ്പോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അല്ലാഹു ആ മഴ മാറ്റി തന്നടോ. ഇത് ദുആ എന്ന് പറയുന്നത് എന്റെ മഹത്വം പറഞ്ഞൊന്നുമല്ല, ഒരു വാക്കായി. എപ്പോഴാ അല്ലാഹ് കേൾക്കണേന്ന് അറിയില്ല. ഒരു വാക്ക് പടച്ചവൻ എപ്പോഴാ കേൾക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് യാത്രക്കാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് സഹോദരന്റെ ഉമ്മയ്ക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് ദുആ ചെയ്യായിരുന്നു. വാ, അക്കരയ്ക്ക് നിൽക്കണെല്ലാം ചങ്ങായിമാരെല്ലാരും എല്ലാരും കസേര മറയ്ക്കും. കരയ്ക്ക് കയറി കഴിഞ്ഞു. എല്ലാരും കരയ്ക്ക് അൽഹംദുലില്ലാഹ്. ഇക്കരയ്ക്ക് വരാൻ പറഞ്ഞില്ലേ? അക്കരെ നിക്കരയ്ക്ക് ചാടിക്കോ. ഇത്രയും നേരം പുറത്തേക്കണ ഒരാളോട് ഞാൻ കയറി വരാൻ പറഞ്ഞില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ദുആ ചെയ്യാൻ പോകുന്നതാ മോനെ. മക്കളെ ദുആ ചെയ്യാൻ പോകുന്നതാ. 40 പേര് കൂടുതലുണ്ടടാ. ഒരാളുടെ ആളിൽ മതി ഞാനും ഞാൻ രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും അകത്ത് കയറി. അൽഹംദുലില്ലാഹ്. എല്ലാവരും 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. പെട്ടെന്ന് اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണ്ടേ? അക്കരയ്ക്ക് നിന്നാ അത് കിട്ടുമോ? അക്കരയ്ക്ക് നിന്നാ കിട്ടുമോ? അക്കരയ്ക്ക് യാത്ര ചെയ്യും. ഒരു പാട്ട് അക്കരയ്ക്ക് എന്നിട്ടില്ല, ഇക്കരയ്ക്ക് പാടുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യാം. നല്ല മരണം വെറുതെ കിട്ടൂല. അപ്പൊ നമ്മുടെ ജബ്ബാർ ഉസ്താദിന്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഉറൂസിന് വരണമെന്ന്. അല്ലാഹു ഇവിടുത്തെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ മരണം കണ്ടവരില്ല നിങ്ങൾ? എത്രയോ പേര്. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ഉംറ കഴിഞ്ഞ് വന്നതാ. ഉമ്മ മരണപ്പെട്ടു. അല്ലാഹു സഹോദരിക്ക് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അവൻ ഉമ്മ മരിച്ചു എന്ന് പറയുമ്പോഴും അവൻ കരയല്ല, അവന്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. കാരണം അവൻ അറിയാം അവന്റെ ഉമ്മായിക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തെന്ന്. അതാ ഓരോരുത്തരുടെ മരണം, അതാ കൊതി തോന്നുന്ന മരണം. നമ്മുടെ മയ്യത്ത് കാണുന്നവൻ ആഗ്രഹിക്കണം നമ്മൾ മരിച്ചതുപോലെ മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കുക. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കുക. അല്ലാഹുവേ, ആരൊക്കെ കൈവക്കിയോ ഈ കൈവക്കിയവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണം അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണം അല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗ്ഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ ഒന്നുകൂടെ കൈവക്കിക്കേ. എന്താ വടയും മോതിരൊക്കെ പൊങ്ങിയതാണ്ടാ. എല്ലാത്തിനപ്പം വേണമെങ്കിൽ പൊക്കാനൊക്കെ അറിയാം. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എടോ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. നെറ്റിത്തടം വിയർക്കണം. നീ മുതൽ മയ്യത്ത് കാണുമ്പോൾ നോക്കണം. നെറ്റിത്തടം വിയർക്കണം. മൂക്കിന്റെ ദ്വാരം വികസിക്കണം. മുഖത്തു പ്രകാശമുണ്ടാകണം. ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം. ശരീരത്തിന് സുഗന്ധമുണ്ടാകണം. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു നല്ല മരണം കിട്ടാൻ നീ ചെയ്ത നന്മ എന്താ? ഈ കൈപൊക്കിയ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെ ഒരു മരണം നിനക്ക് അല്ലാഹു തരാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ എന്താണെന്ന് നീ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലടോ. അങ്ങനെ ഒരു മരണം കിട്ടാൻ എന്ത് നന്മയാ ഞാനും നിങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്? ഇരിക്കണ ഉമ്മാനോട് ഞാൻ ചോദിക്കട്ടെ, എന്ത് നന്മയാ ഉമ്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്?
എന്ത് നന്മയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല സഹോദര. അതുകൊണ്ട് ജീവിച്ചിട്ട് മരിച്ചു പോകുമ്പോ ഒരു നല്ല മരണം കിട്ടാൻ 100 നന്മയൊന്നും ചെയ്യണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്യണം. ഒരു നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നല്ല മരണം തരും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസരം. നിങ്ങളുടെ നാട്ടിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിയുടെ പണി നടക്കുകയാണ്. ഹെലർ മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു മസ്ജിദിന്റെ പണി നിങ്ങളുടെ നാട്ടിൽ നടക്കുകയാ. സഹോദര, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിയുന്നതിനെക്കാളും വലിയ പുണ്യമൊന്നുമില്ല ചങ്ങാതി. എടോ, ഒരു പള്ളി മുഴുവനും സ്വർഗത്തിലാണ്. 5 പേരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും. അതിൽപ്പെട്ട ഒരാള് പള്ളി കെട്ടുന്നതിന് വേണ്ടി സഹായിച്ചാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, ലത്തീഫ് എന്ന് പറയുന്ന സഹോദരൻ, ഉസ്താദെ, ആ പള്ളി പണിയാനുള്ള സിമന്റ് മുഴുവനും ഞാൻ തരാം. 533 ചാക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ്